ഞങ്ങൾക്ക് ഒരിക്കലും സീരിയൽ കാണാൻ സമയം കിട്ടാറില്ല. ആക്ച്വലി ഞങ്ങൾ ഒരു 9 മണി ഒക്കെ കഴിയും. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഹസ്ബൻഡ് പുറത്താണ്. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് അവര് ടിവിയുടെ മുന്നിലായിരിക്കും. അപ്പൊ നമ്മൾ ചെന്ന് കയറുമ്പോ നമ്മൾ കാണുന്നത്, ഞാൻ ഇവരെ ഒരിക്കലും താഴ്ത്തി കെട്ടാനോ ഒന്നും, അവരുടെ ജോബാണ് ചെയ്യുന്നത്, അവരുടെ വരുമാന മാർഗമാണ് അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ അവര് അഭിനയിക്കുന്നു. അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്ന് കയറുമ്പോ നമ്മൾ കാണുന്നത് ഫൈറ്റ് ആണ്. എന്റെ അപ്പച്ചനും അമ്മച്ചിയും അവരിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ നോക്കുമ്പോ എന്റെ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അവരും ഇതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇല്ല, നമ്മള് കാണുന്നില്ലല്ലോ. അപ്പൊ എന്റെ കൊച്ചു എന്നോട് പറയുന്നതാണ്, അമ്മ ഇത് കഴിയട്ടെ, അവിടെ എന്താണ് നടക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. മോള് ചോദിക്കുന്നതാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരാഴ്ചയെങ്കിലും കഴിയാതെ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവള് ധൈര്യമായിട്ട് പോയി നിന്റെ പണി എന്താന്ന് വെച്ചാൽ ചെയ്തു. അപ്പൊ നമുക്ക് കുടുംബ പ്രാർത്ഥന ചെല്ലാനുള്ള സമയമാണ്, അതുകൊണ്ട് നമ്മൾ TV ഒന്ന് ഓഫ് ചെയ്യേ. പക്ഷെ അവര് തയ്യാറല്ല. എന്തുകൊണ്ട്? എബവ് 60 ഇയേഴ്സിലുള്ള പാരന്റ്സ് ഇതിന് അഡിക്റ്റ് ആണ്. അവർക്കാണ് ഇത് ആവശ്യം. എന്നാ ഇത് രാവിലെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കാണാം എന്നുള്ളൊരു മൈൻഡിലല്ല അവർ ഇരിക്കുന്നത്. അവർക്ക് ഈ രാത്രി തന്നെ ഇത് കണ്ടേ തീരൂ, എന്നാലേ ഉറക്കം വരുള്ളൂ. അങ്ങനെയുള്ളൊരു അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ജോലിക്ക് മാഡം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ നമ്മള് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒരു 2 എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു 3 എപ്പിസോഡിനുള്ളിൽ നിങ്ങൾ അത് പറഞ്ഞു തീർക്ക്. നമ്മുടെ ആ ഒരു ആകാംക്ഷ കുറഞ്ഞു കിട്ടൂലോ. 3 എപ്പിസോഡ് തീരണം. കൊല്ലണമെങ്കിൽ നിങ്ങൾ കൊല്ല്, ജീവിക്കണമെങ്കിൽ ഡെലിവറി 3 എപ്പിസോഡിനുള്ളിൽ. പേര് ജസ്മി. പ്രൊഡ്യൂസർമാരെ ഈ ആർട്ടിസ്റ്റിനെ കുത്തുവാള എടുപ്പിച്ച് അടങ്ങും. പക്ഷെ കുട്ടികളെ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല, സീരിയൽ കാണുന്നില്ലാത്ത എന്തുകൊണ്ട്? അപ്പൊ എന്റെ മോൾ എന്നോട് ചോദിച്ചത്, അമ്മ ഇതിനകത്ത് എന്ത് പറയാനാ പോണേ, അമ്മ സീരിയൽ കാണുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം സാറിനോട് പറയാൻ പ്രത്യേകം പറഞ്ഞു. സീരിയൽ താരങ്ങൾ വരുമ്പോ അവരോട് തള്ളവായ്പ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കൊച്ചു എന്നോട് പറഞ്ഞു തള്ളവായ്പ കുറയ്ക്കാൻ പറയാൻ. എനിക്ക് മനസ്സിലായില്ല. തള്ളമാരുടെ ഉപദേശം അവരുദ്ദേശിക്കുന്നത് അമ്മായിയമ്മ മരുമകൾ തമ്മിൽ എപ്പോഴും ഫൈറ്റ് ആണ്. അത് എന്തിനാ അവർ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. പിള്ളേര് തന്തവൈവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ അതിന് അഡിക്റ്റ് ആണെന്ന്. എന്താ സംഭവം എന്നറിയോ? നിങ്ങളെ മക്കളൊക്കെ ജോലിക്ക് പോകും, ഈ അമ്മയും അച്ഛനും ഈ കുട്ടികളെ നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന് വീണ്, ഒരു മിനിറ്റ് ചേട്ടാ ഒന്ന് പറയട്ടെ, ഒരു കൊച്ചൊന്ന് വീണ് കാലൊന്ന് മുന്നേ നിങ്ങൾ വന്ന് ആഹാ അമ്മ നോക്കിയത് ശരിയായില്ലല്ലോ, എന്റെ മോൻ വീണു, അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. ഇത്രയും നേരം ഇരിക്കുമ്പോൾ അവർ വൈകുന്നേരം ആവുമ്പോൾ എല്ലാ ജോലി ഒതുക്കി കൊച്ചുമക്കളെയും കൊണ്ട് കുറച്ച് നേരം ഒന്ന് സീരിയൽ ചെയ്ത് ഒരു ചെലവുണ്ടോ? പോപ്കോൺ മേടിച്ചു കൊടുക്കണ്ട, ഐസ്ക്രീം മേടിച്ചു കൊടുക്കണ്ട, ഒരു കുന്തോ മേടിച്ചു കൊടുക്കണ്ട. തിയേറ്ററിലാകുമ്പോൾ ഇത്രയും പൈസ പോകുന്നുണ്ട്, ഇവരവിടെ സമാധാനമായിട്ട് സീരിയൽ കാണുക. അപ്പോൾ നിങ്ങൾ വരുമ്പോ ശരി, നിങ്ങൾ വരുമ്പോൾ ഇവരെല്ലാരും സമാധാനമായിട്ട് ഇരിക്കണതാണോ നല്ലത്? ഈ കുഞ്ഞുങ്ങളെല്ലാരും പുറത്ത് കിടന്ന് അടിച്ചു സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്നത് കാണുമ്പോ ഒന്നാമത് BP, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അതിന് കൂടെ എക്സ്ട്രാ ആണ് ആഡ് ചെയ്ത് വരുന്നത്. ഒരു ചോദ്യം കൂടെ, ഒറ്റ ചോദ്യം കൂടി. അമ്മച്ചിയുടെ കാര്യം ഞാൻ പറയുന്നത്, വേറെ ഒരു കുടുംബത്തിലും കാര്യം എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ മോൾ ഒരിക്കലും അച്ഛനും അമ്മയും സിനിമ കാണിക്കാൻ കൊണ്ടുപോകാറില്ലേ? സിനിമ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇടിയും ബഹളം കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.